ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗൈസ്, നമ്മൾ ഫേസ് ചെയ്തേക്കുന്ന ഒരു ഇഷ്യൂ അത് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് ആരെയും അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെയും ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ചുറ്റുമുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന ആളുകളുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കും ഇങ്ങനത്തെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് ഹെൽപ്ഫുൾ ആകും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ ഓർത്തത്. അപ്പോൾ ഒട്ടും ലാഗില്ല, നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. ഗൈസ്, നിങ്ങളെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഞാനിന്ന് പറയാൻ പോകുന്നത് മൂൺ ഗോഡസ് കോച്ചറിനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ലീഡിങ് ഓൺലൈൻ ബുട്ടീക്കാണ്. ഭയങ്കര കിടിലനായിട്ടുള്ള റീൽസ്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കാണുമ്പോൾ തന്നെ ഒരുപാട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ഉണ്ട് ആൻഡ് വൈഡ് വെറൈറ്റി ഓഫ് പല ടൈപ്പ് ഓഫ് പാറ്റേൺസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ റീൽസിലൊക്കെ കാണാറുണ്ട്. അപ്പം അങ്ങനെയെല്ലാം കണ്ടിട്ടാണ് ഞാനും അവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയത്. അപ്പം ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയത് കുറേ നാൾക്ക് മുന്നേ ആണ്. അപ്പം 3 ഡ്രസ്സസ് ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഫംഗ്ഷൻ്റെ ഡേറ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഓർഡർ ചെയ്തത്. അപ്പം ഫെബിലാണ് ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തത്. 3 ഡ്രസ്സസ് ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഡ്രസ്സിൻ്റെ ചാർജ്, ഷിപ്പിംഗ് കോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ടാക്സ്, അതായത് CGST, SGST അങ്ങനെയുള്ള ടാക്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് ഏകദേശം എനിക്കൊരു 7,000 റുപ്പീസ് വന്നായിരുന്നു. പക്ഷെ ആ ഡ്രസ്സിൻ്റെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്, അതിന് ആ ഒരു റുപ്പീസിന് അത് വേർത്താണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ആ ഡ്രസ്സസ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫെബ് 5 ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവരുടെ ഷിപ്പിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 60 to 90 വർക്കിംഗ് ഡേയ്സിലാണ് അവർ ഷിപ്പ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടാറ്. അപ്പോൾ ഞാൻ ഫൈൻ, ആ ഒരു ഇതൊക്കെ പ്ലാൻ ചെയ്തു. എനിക്കിപ്പം ഫെബിൽ ഇത് ചെയ്തു. അപ്പോൾ ഞങ്ങൾ മെയ്യിൽ ഞങ്ങളുടെ കല്യാണമുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചധികം ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻസ് നമ്മൾ അത്രയും ഒരുപാട് പ്രൈസിൻ്റെ ഇടേണ്ട, നോർമൽ ആയിട്ടുള്ള ഡ്രസ്സസ് ഇടാം എന്നുള്ള രീതിയിൽ ആണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ ഫെബ് കഴിഞ്ഞു, അത് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്കിപ്പം മെയ് കഴിയുമ്പോഴത്തേക്ക് അത് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു എൻ്റെ ഞാൻ ഡ്രസ്സ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഫെബ് കഴിഞ്ഞു. അപ്പോൾ അത് എല്ലാം ചെയ്തു. നമുക്ക് ഓർഡറിൻ്റെ ഇതൊക്കെ കിട്ടി. മെയിലിൽ തന്നെ നിങ്ങളുടെ ഓർഡർ നമുക്ക് കൺഫേംഡ് ആണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് 60 to 90 വർക്കിംഗ് ഡേയ്സ്. നമ്മളത് വെയിറ്റ് ചെയ്യാണ്. ഡ്രസ്സ് 60 to 90 വർക്കിംഗ് ഡേയ്സിൽ കിട്ടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. മെയ് ഒരു 2nd വീക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ഡ്രസ്സ് കിട്ടി. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന് ഇത് ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺലൈൻ ബുട്ടീക്കിൽ നിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കാത്തിരുന്നത് വന്നപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി. അത് എങ്ങനെ ആയിരിക്കും, കാരണം ആ വീഡിയോയിലൊക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര കിടിലനാണ്. അപ്പോൾ അതേപോലെ ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് ആ ഡ്രസ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുർത്തി പ്ലസ് ഷോൾ, അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് നേവി ബ്ലൂ കളറാണ്. അപ്പോൾ അതിൻ്റെ ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഒന്നുമില്ല, ആകെ വരുന്നത് സ്ലീവ്സിൽ മാത്രം, ഫുൾ സ്ലീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ 2 സ്ലീവ്സിലാണ് ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്, ബാക്കി ഫുൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഷോളും തന്നെ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷെ അത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഡാമേജ്ഡ് ആണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും പ്രതീക്ഷയോടെ ഓർഡർ ചെയ്ത് ഇത്രയും കാത്തിരുന്ന് കിട്ടുന്നത്, അതായത് നമ്മൾ അപ്പോൾ അത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കിട്ടുന്നതാകുമ്പോൾ ഭയങ്കര മീൻസ് ആ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസിങ് ആണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടിരിക്കുന്ന ആളായതുകൊണ്ട് എൻ്റെ എല്ലാ ഡ്രസ്സിൻ്റെയും സൈസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ ആണ് വരുന്നത്. അപ്പം ഞാൻ ഇവരുടെ സൈസിങ് ചാർട്ടൊക്കെ നോക്കിയിട്ട് എക്സ്ട്രാ സ്മോൾ തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തതും. അപ്പം ഞാൻ എന്തായാലും ആ സൈസ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വലുതുപോലെ തോന്നി. അതായത് ഒരു നോർമൽ എക്സ്ട്രാ സ്മോൾ സൈസ് ആയിട്ടല്ല എനിക്ക് തോന്നിയത്, കുറച്ചും കൂടെ വലുതായിട്ട് തോന്നി. അപ്പം ഞാൻ അതായത് ഇപ്പം ഞാൻ മെലിഞ്ഞു പോവേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വിട്ടു. ആദ്യം ഇത് ഡാമേജ്ഡ് ആണല്ലോ. അപ്പം ഞാൻ ഇവരുടെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചു. അപ്പോഴേക്കും അന്നൊന്നും എനിക്ക് റെസ്പോൺസ് കിട്ടിയില്ല. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് അവർ കോള് കണക്ട് ചെയ്ത് കിട്ടുന്നത് തന്നെ. അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റയിലും അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സിൻ്റെ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കിൻ്റെ ആ ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ഇങ്ങനെ ഡാമേജ്ഡ് ആണ്, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു റിട്ടേൺ അയക്കാൻ. അപ്പോൾ ഇനി റിട്ടേൺ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഡ്രസ്സ് എനിക്ക് കിട്ടുക എന്നൊരു നമുക്കൊരു ഉറപ്പില്ലല്ലോ എപ്പോഴത്തേക്കും അത് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇവരുടെ ഷോപ്പ് വരുന്നത് പനമ്പള്ളി നഗറിലാണ്. അവരെ അഡ്രസ്സൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഫൈൻ, നമ്മൾ എന്തായാലും എറണാകുളമൊക്കെ ആ സമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ നമുക്ക് ഫാമിലി
ചെയ്യാനായിട്ട് എറണാകുളം പോകുന്ന സമയത്ത് ഈ ഡ്രസ്സ് എന്തായാലും അവിടെ കൊണ്ട് കൊടുക്കാം. അതിനനുസരിച്ച് എന്നിട്ട് അവരുടെ അടുത്ത് നേരിട്ട് തന്നെ അത് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ച് വാങ്ങിക്കാമെന്ന്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഫൈൻ, നേരിട്ട് വന്നോ, നമ്മൾ അവിടെ വന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് തരാം. ഞങ്ങൾ ഞാനും വീട്ടുകാരായിട്ട് പോയപ്പോൾ സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നു, ഇത് കൊണ്ട് കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഓക്കെ ഫൈൻ, ഇപ്പം ഇത് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, അതായത് ആ ഹാൻഡ് വർക്കിൻ്റെ കുറച്ച് ഇത് മാത്രം, അത് അതിൻ്റെ സാധനങ്ങൾ എല്ലാം വിട്ടുപോയി. അപ്പൊ അത് ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി പെട്ടെന്ന് തന്നെ വരാൻ പറ്റത്തില്ല, അന്ന് തന്നെ തരാമോ? അപ്പൊ പറഞ്ഞു ഓക്കെ ഈവനിങ് തരാം. അപ്പൊ ഞങ്ങൾ പിന്നെ എന്നാൽ ഈവനിങ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോയി. അന്നത്തെ ഞങ്ങൾ വേറെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത പോലെ ഞങ്ങൾ പോയിട്ട് തിരിച്ച് അത് കളക്ട് ചെയ്തു, എന്നിട്ട് വീട്ടിലേക്ക് പോയി. അപ്പൊ ആദ്യത്തെ ഡ്രസ്സിന്റെ കാര്യം ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാനിത് എന്തായാലും ഇത് എനിക്ക് ഭയങ്കര വലുതാണ്, വലിയ ലോഹ കിടക്കുന്ന പോലെയാണ് അത് ഞാൻ ഇട്ടിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും അത് ഓൾട്ടർ ചെയ്യണം. അപ്പൊ ഞാൻ ഓൾട്ടറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരു ബുട്ടീക്കിൽ കൊണ്ടു കൊടുത്തു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത്. അപ്പൊ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഏത് സൈസാണ് നിങ്ങൾ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്ട്രാ സ്മോൾ ആണ്. അപ്പൊ അവർ പറഞ്ഞു ഇത് എക്സ്ട്രാ സ്മോൾ ആയിട്ട് തോന്നുന്നില്ല, അത് അത്യാവശ്യം നല്ല വലിയ സൈസാണല്ലോ, എക്സ്ട്രാ സ്മോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയൊന്നും അളവ് വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ ഇതിൽ എക്സ്ട്രാ സ്മോൾ ഇത്രയാണ് എനിക്ക് തന്നത്. കാരണം ഞാൻ അങ്ങനെ അത്രയും കൺഫേം ചെയ്യാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിന്റെ പുറകിൽ അവർ സൈസ് ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ സ്മോൾ എന്ന് തന്നെ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴും ഒന്ന് കൺഫേം ചെയ്തായിരുന്നു എക്സ്ട്രാ സ്മോൾ തന്നെയല്ലേ. അപ്പൊ അവരത് ഓക്കെ ആണ്, അത് എക്സ്ട്രാ സ്മോൾ തന്നെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ആ ചേച്ചി എനിക്കിത് ഡ്രസ്സ് ഓൾട്ടർ ചെയ്തിട്ടാണെങ്കിലും ചേച്ചി പറഞ്ഞു മാക്സിമം ഞാനിത് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്, അതായത് എൻ്റെ അടുത്തുള്ള ബുട്ടിക്കിൽ മാക്സിമം അവർ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറേയും കൂടെ അത് കറക്റ്റ് ആയാലേ മീൻസ് ഫിറ്റ് ആയാലേ അത് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഇപ്പം നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഓക്കെ അത് എങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് ആകെ എനിക്ക് തോന്നുന്നു ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ 2 പരിപാടിക്ക് അത്രേ ഇട്ടിട്ടുള്ളൂ. ബിക്കോസ് എനിക്കത് ഭയങ്കര ലൂസാണ്. അപ്പം അത്രയും ഒരു പരിധിക്ക് നമ്മൾ ലൂസ് ഫിറ്റിംഗ് ഇടും. പക്ഷെ ഇത് അതും അല്ലാതെ ഭയങ്കരമായിട്ടും ലൂസായിട്ട് കിടക്കും കാരണം പിന്നെ എനിക്കത് അങ്ങോട്ട് യൂസ് ചെയ്യാൻ തോന്നിയിട്ടില്ല. അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ് ഓർഡർ ചെയ്തതിൻ്റെത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ വേറെ 2 ഡ്രസ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുർത്തി പ്ലസ് ജാക്കറ്റ് ആണ് ഓർഡർ ചെയ്തത്. അപ്പൊ അത് രണ്ടും എന്ന് പറഞ്ഞാൽ സെയിം ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്, കളർ ചേഞ്ച് ആണ്. അപ്പൊ എനിക്ക് ആ 2 കളേഴ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ 2ഉം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫെബ്രുവരി ഓർഡർ ചെയ്തതാണ്. മെയിൽ എനിക്ക് ഫസ്റ്റ് ഡ്രസ്സ് കിട്ടി. ജൂണിൽ എനിക്കൊരു അപ്ഡേറ്റും ഇല്ല. അവർ ചോദിക്കുമ്പോഴെല്ലാം അവർ പറയുന്നത് ഓക്കെ 60 to 90 വർക്കിംഗ് ഡേയ്സ് ആണ്, ഞങ്ങൾ തരും എന്നാണ് പറയപ്പെടുന്നത്. കോൾ ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ പല തവണ ഞാനിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടേതായ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പുറകെ നടക്കുക. എന്തായി ഡ്രസ്സിൻ്റെ കാര്യം, എന്തായി അങ്ങനെ ചോദിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു. അത് ജൂൺ ആയി, അപ്ഡേറ്റ് ഒന്നുമില്ല. ജൂലൈ ഫസ്റ്റ് വീക്ക് അപ്ഡേറ്റ് ഒന്നുമില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഡ്രസ്സ് വന്നു. അതായത് ഇതിൽ 2 കളേഴ്സാണ് ഞാൻ ഓർഡർ ചെയ്തത്, റെഡും അതുപോലെ തന്നെ ലാവൻഡറും. അപ്പൊ റെഡ് കളർ ഡ്രസ്സ് എനിക്ക് കിട്ടി. ജൂലൈ ഒരു 2nd വീക്ക് ആയപ്പോൾ കിട്ടി. അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിലും സൈസിങ്ങിന് പ്രശ്നമുണ്ട്, പക്ഷെ വേറെ ഡാമേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഹാപ്പി. ഞാൻ പിന്നെ കൊണ്ട് ഓൾട്ടറേഷൻ ഒക്കെ കൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ മാക്സിമം ഒരു ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഓൾട്ടർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ 3ാമത്തെ ഡ്രസ്സ്, അതിനെ പറ്റി ഒരു അപ്ഡേറ്റും ഇല്ല. അതായത് ഞാൻ ഇവരുടെ അടുത്ത് ചോദിക്കുമ്പോഴെല്ലാം ഇവരെനിക്ക് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴി ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു സാധനം കൊറിയർ ചെയ്യാൻ നേരത്ത് ഒരു ട്രാക്കിംഗ് ID അല്ലെങ്കിൽ ഒരു കൺസൈൻമെന്റ് നമ്പർ തരും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അത് എവിടെ എത്തി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമല്ലോ, എന്ന് നമുക്ക് കിട്ടും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരൊരു കൺസൈൻമെന്റ് നമ്പർ എനിക്ക് തരുന്നുണ്ട്. പക്ഷേ ആ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവർ മുന്നേ അയച്ച ഡ്രസ്സിൻ്റെയാണ്. അതായത് ഇപ്പോഴും അയച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ അല്ല. ഇവരെന്നിട്ട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സ് അയച്ചിട്ടുണ്ട്, എന്തായാലും വരും. അപ്പം ഞാൻ പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഇത് ചെയ്തതല്ലേ, അപ്പം നമുക്ക് ആ പൈസ വെറുതെ കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെയും അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയുന്നത് നിങ്ങൾക്ക് കിട്ടും. അത് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ കുറേ എഫേർട്ട് ഇട്ടിട്ട് മാത്രമേ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടുള്ളൂ. കാരണം ഇപ്പം നമ്മൾ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ച് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കണം എപ്പോഴാണോ അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ വർക്കിൻ്റെ ഇടയിൽ ഇതിനൊക്കെ ആണെങ്കിൽ അവർ ഇത് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളിനി എന്തെങ്കിലും ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും റിപ്ലൈ തരുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് ആ ഡ്രസ്സിനെ പറ്റി ഒരു ഇതുമില്ല. ഇവർ പറയുന്നത് ഇത് കൺസൈൻമെന്റ് നമ്പർ ഇപ്പം ആക്റ്റീവ് ആവും എന്നിട്ടും അത് ആക്റ്റീവ് ആവുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് നോക്കി ഇനി എപ്പോഴെങ്കിലും എറണാകുളം പോകുമ്പോൾ അത് അവിടെ പോയി തിരക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാം. കാരണം ആ ഡ്രസ്സ് അങ്ങനെ വിട്ട് കളയാൻ എനിക്ക് തോന്നിയില്ല. പിന്നീട് ഒരു ദിവസം ഞങ്ങൾ എറണാകുളം പോയപ്പോൾ ഞാൻ ചേട്ടനും കൂടെയാണ് പോയത്.
പിന്നെയും ബാക്ക് ടു ഇവരുടെ ഷോപ്പിൽ ചെന്നു. ഷോപ്പ് എന്ന് പറയുന്നത് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട്, പിന്നെ വേറെ ഏതൊക്കെ സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചു എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ആ ഡ്രസ്സ് ഓർഡർ ചെയ്തത് ഇതുവരെ കിട്ടിയില്ല. സോ അവരപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഞങ്ങൾ ഓൾറെഡി കൊറിയർ ചെയ്തിട്ടുണ്ടല്ലോ, അതെന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒന്നെങ്കിൽ കിട്ടാത്തത് നിങ്ങളുടെ അഡ്രസ്സിന്റെ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റിന്റെ പ്രശ്നമായിരിക്കും, പോസ്റ്റ് ഓഫീസിന്റെ പ്രശ്നമായിരിക്കും, അതായിരിക്കും. അല്ലാതെ നമ്മൾ ഇവിടുന്ന് അത് നോക്കുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് മീൻസ് അവർ നമ്മൾ കുറെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടൊക്കെയാണ് ഇതിനെയൊക്കെ നോക്കിയിട്ടൊക്കെ വന്നിട്ടാണ് ഈ റെസ്പോൺസ് ഒക്കെ തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അഡ്രസ്സിന്റെ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ പ്രോബ്ലം ആണെങ്കിൽ എനിക്ക് ആദ്യത്തെ 2 ഡ്രസ്സ് ഒരിക്കലും കിട്ടില്ലല്ലോ. ബിക്കോസ് ആദ്യത്തെ 2 ഡ്രസ്സും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് അത് ആദ്യത്തെ ഡ്രസ്സ് ഡാമേജ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അവരെ കൊണ്ട് കറക്റ്റ് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അവർ പറയുന്നത് അത് നിങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ ഓൾറെഡി അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇതിൽ റെക്കോർഡിൽ നിങ്ങൾക്ക് അത് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ആ ഡ്രസ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല, എനിക്ക് ആ ഡ്രസ്സ് വേണം. പറഞ്ഞു അതെന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ചെറിയ വാക്ക് തക്കം അങ്ങനത്തെ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ എന്നാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഡ്രസ്സ് കിട്ടും, അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്, അങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതെന്തായാലും കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾ എനിക്ക് വേറൊരു ഡ്രസ്സ് ഇതാ, അത് കഴിഞ്ഞിട്ട് അതെനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ച് നിങ്ങൾക്കത് കൊറിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരാം. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ആലോചിച്ച് പോയി തിരിച്ച് വന്നിട്ട് എനിക്ക് അതേ കളറിലുള്ള അപ്പോൾ ചോദിച്ചു ഏത് കളറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലാവൻഡർ കളറാണ്, സോറി റെഡാണ് എനിക്ക് കിട്ടിയത്, അപ്പോൾ ലാവൻഡർ കളറിനെയാണ്. ഓക്കെ ഫൈൻ എന്നാൽ അവരത് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവരത് അവിടുന്ന് ഒരെണ്ണം എനിക്കൊരു പീസ് തന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളിത് അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ല, ഞങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാറേ ഉള്ളതാണ്, ഇങ്ങോട്ടേക്ക് ആരും വരാറൊന്നുമില്ല, അങ്ങനെ വരാൻ പാടില്ല അങ്ങനത്തെ ഒരു രീതിയിൽ. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ഓൾറെഡി ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളതാണ്, പിന്നെ ഇങ്ങനെ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ അവരുടെ ഭാഗം ന്യായീകരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഞങ്ങൾ അന്നേരം നിങ്ങൾക്ക് ഡ്രസ്സ് അത് ഞാൻ കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചയക്കാം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ ജൂലൈ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് ആ ഡ്രസ്സ് കിട്ടി. ഞാൻ അവിടെ പോയി കിടന്ന് ഞങ്ങൾ അവിടെ പോയി അത്രയും നേരം ബഹളം വെച്ച് ചെറിയ രീതിയിൽ ബഹളമൊക്കെ ആയി, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ ഡ്രസ്സ് എനിക്ക് കിട്ടി. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് പാർട്ട് ഈസ് ലൈക്ക് ദാറ്റ് അവർ പോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അവർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഡ്രസ്സ് ടിൽ ഡേറ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് എൻ്റെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുമില്ല, ഒരു കൊറിയർ സർവീസ് എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കൊറിയർ ഉണ്ട് ഇവിടെ നിന്നുള്ള ഇതാണെന്ന് പറഞ്ഞിട്ട് എനിക്കത് വന്നിട്ടേ ഇല്ല. അപ്പോൾ അവരാ പറഞ്ഞത് കള്ളത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അവരത്രയും ഉറപ്പായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ആ ഡ്രസ്സ് കിട്ടിയിട്ടില്ല, പിന്നെ അത് എവിടെയെങ്കിലും മാഞ്ഞു പോയെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കേണ്ടിയും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവരുടെ 60 to 90 വർക്കിംഗ് ഡേയ്സ് പറയുന്നുണ്ട്. അപ്പോൾ 60 to 90 വർക്കിംഗ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡ്രസ്സ് കിട്ടിയത്. അതിൽ ചില ഡ്രസ്സ് അവർ പറയുന്നത് അവർ അയച്ചു അവർ തന്നു എന്നൊക്കെയാണ്, പക്ഷെ അതൊന്നും നമുക്ക് കിട്ടിയിട്ടുമില്ല. നമ്മൾ അവിടെ പോയി നമ്മൾ പിന്നെയും നമ്മളെ പൈസയും സമയവും കളഞ്ഞ് ഒരു ദിവസം ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ച് അവിടെ പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഡ്രസ്സ് കിട്ടുന്നത് തന്നെ. അപ്പൊ നമുക്ക് ഇത്രയും സമയമാണ് ഇവരുടെ പുറകെ നടന്ന് പോകുന്നത്. അതേപോലെ തന്നെ ഇത്രയും നമ്മൾ പൈസ മുടക്കുന്നത്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഏകദേശം ഒരു 7,000 അടുത്ത് ആയിട്ടുണ്ട് ഈ ടാക്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട്. അപ്പം അതെല്ലാം നമ്മൾ മുടക്കി ഇവർക്ക് വേണ്ടിയിട്ട് മീൻസ് ആ ഡ്രസ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് തരുന്ന ആ ഒരു സർവീസ് എന്ന് പറയുന്നത് അത്രയും വർത്ത് ആയിട്ടൊന്നുമല്ല. അവർ ഓക്കെ ഞങ്ങളുടെ വർക്കിംഗ് ഡേയ്സ് ഇത്രയാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന വർക്കിംഗ് ഡേയ്സ് എങ്ങനെയാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് നമ്മളുടെ എല്ലാം നോർമൽ കലണ്ടറിൽ ഇപ്പോൾ നമ്മളൊരു 5 വർക്കിംഗ് ഡേയ്സ് ആണ് ഒരാഴ്ചയിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഏകദേശം 20 to 20 അല്ലെങ്കിൽ 22 വർക്കിംഗ് ഡേയ്സ് വരും. ബാക്കി സാറ്റർഡേ സൺഡേ എക്സ്ക്ലൂഡിങ് ആണ് കേട്ടോ, അത്രയും വരും. അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് ഇപ്പം എത്രയായിരിക്കും, ഒരു 4 മാസമൊക്കെ 4 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 4.5 മാസമാണ് ശരിക്കും പറഞ്ഞാൽ 90 വർക്കിംഗ് ഡേയ്സ് വരുന്നത്. അതായത് 60 അല്ല ഞാൻ കൂട്ടുന്നത്, 60 to 90 വർക്കിംഗ് ഡേയ്സ് വരുന്നത് അങ്ങനെ ആയിരിക്കും വരുന്നത്. എന്നിട്ട് പോലും ഇവരുടെ ഈ വർക്കിംഗ് ഡേയ്സ് ഒക്കെ ഇവർ പറയുന്ന ആ കണക്ക് വെച്ചിട്ട് മിക്കവാറും നമുക്ക് ഡെലിവറി ചെയ്യുന്നത് ഒരു മാക്സിമം ഒരു 6 months അല്ലെങ്കിൽ 7 months അത്രയും കഴിഞ്ഞിട്ടായിരിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ അത്രയും നാളും നമ്മൾ അവർക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ കാത്തിരിക്കുക എന്ന് വരും ഡ്രസ്സ് എന്നുള്ളത്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അന്നത്തെ സമയത്ത് ആ മോഡൽ നല്ല ട്രെൻഡിങ് ഒക്കെ ആയിരിക്കും. നമുക്ക് ഡ്രസ്സ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ആ മോഡൽ ട്രെൻഡിങ് ആണോ അത് ഔട്ട്ഡേറ്റഡ് ആയോ എന്നൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ നമ്മളൊരു പൈസ കൊടുത്തിട്ട് നമ്മൾ
നമ്മളിങ്ങനെ കാത്തിരിക്കണം, എന്തെങ്കിലും നമുക്ക് കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. കിട്ടിയാൽ ഭാഗ്യം, അതാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ലോട്ടറി ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് നമുക്കത് അതിന്റെ റിസൾട്ട് കിട്ടി നമുക്ക് പ്രൈസ് കിട്ടുമോ എന്നുള്ള പോലെയാണ് നമ്മൾ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ആ ഡ്രസ്സ് കിട്ടിയാൽ നമ്മളുടെ ഭാഗ്യം എന്നുള്ളതുപോലെ, അല്ലെങ്കിൽ നമ്മൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെയൊക്കെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഇതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൈസ് ചാർട്ട്. അവർ ആ സൈസ് ചാർട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ആ സൈസ് ചാർട്ട് ഒരിക്കലും ഫോളോ ആയിട്ടില്ല. ബിക്കോസ് എൻ്റെ എക്സ്ട്രാ സ്മോൾ സൈസ് അവർ പറയുന്ന സൈസിന് അവരുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ആ ഡ്രസ്സിൽ വേണമെങ്കിൽ എന്നെ പോലെ ഒരാളെക്കാളും കൂടുതൽ കയറ്റാൻ പറ്റും. അത്രയും പിന്നെ എനിക്ക് അത് ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരുപാട് പൈസ ഓൾട്ടറേഷന് വേണ്ടി ചെയ്യണം. ആൻഡ് അത്രയും ഡ്രസ്സ് നമ്മൾ വെറുതെ ഇത് കട്ട് ചെയ്ത് അത് അടിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ, അത്രയും ഉള്ളത് കൊണ്ട് കട്ട് ചെയ്ത് കളയുക. അപ്പൊ അത്രയും നമുക്കൊരു നഷ്ടം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു ഒപ്പീനിയൻ ആണ്. അപ്പം ഇത് ഞാൻ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോഴും അവർക്കും ഒക്കെ അതേപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫേസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഡ്രസ്സ് ഒന്നും കിട്ടാതെ ഇരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ള പോലെ എനിക്ക് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവരെ കസ്റ്റമർ കെയറിനൊക്കെ വിളിക്കുന്നുണ്ട്. അവരുടെ വിളിക്കുമ്പോഴൊക്കെ നമ്പർ വിളിക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അവർ തിരക്കിലാണ്, അല്ലെങ്കിൽ കോൾ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വിച്ച്ഡ് ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഒരു റെസ്പോൺസ് അവരുടെ സൈഡിൽ നിന്ന് കിട്ടാതെ വന്ന് ഞാൻ അത്രയും ഇമോഷണലി അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞിട്ട് ഇവരുടെ പേജിൽ, അതായത് മൂൺ ഗോഡസ് കോച്ചുവിന്റെ വെബ്സൈറ്റിന്റെ ആ ഒരു ഇതിൽ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ റിവ്യൂ ആഡ് ചെയ്തു. അപ്പൊ അത് ആഡ് ചെയ്ത് ഞാൻ ഈ ഫുൾ കഥയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എഴുതി വെച്ച് കുറെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ എന്തോ ആണ് റിവ്യൂ ചെയ്തത്. ആ റിവ്യൂ ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് ഒക്കെ നോക്കുമ്പോൾ ആ റിവ്യൂ അവിടെ ഉണ്ട്. അതിൽ കുറെ പേര് അതൊക്കെ ലൈക്ക് ചെയ്തതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാം അതിന് റിപ്ലൈ ആയിട്ട് ആളുകൾ ചില പോസ്റ്റ് ഒക്കെ ഇട്ടു. അതും ഇതേപോലെ തന്നെ ഇതേ അനുഭവങ്ങളാണ് അവരും എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ റിവ്യൂ അവിടെ കാണുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഈ റിവ്യൂ ഇട്ടില്ലേ, ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് ഞാൻ ചേട്ടായുടെ അടുത്ത് ചോദിച്ചു, ചേട്ടായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചത് എന്താണ് ഇങ്ങനെ എൻ്റെ റിവ്യൂ കാണാത്തത്, എന്തിനാ ഇവർ ഇത് ചെയ്യുന്നത്. അപ്പൊ ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇവരുടെയൊക്കെ പേജിലേക്ക് ഇതൊക്കെ നോക്കുന്ന വലിയ വലിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവ്യൂസ് ഒക്കെ അങ്ങ് റിമൂവ് ആക്കി കളയുക. അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് നമ്മളൊരു കൺസേൺ ആണ് അവരോട് പറയുന്നത്, നമ്മൾ ഫേസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ്, ബാക്കിയുള്ളവർക്ക് അത് വരരുതും എന്ന് ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മൾ റിവ്യൂസ് നോക്കുമല്ലോ, കാരണം ആ സ്ഥലം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അതെങ്ങനെയുണ്ട്, അവരുടെ സർവീസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് റിയൽ ആയിട്ട് ഫേസ് ചെയ്ത് എന്താണോ അതാണ് ഞാൻ അതിൽ എഴുതി വെച്ചേക്കുന്നത്. എല്ലാ ഡീറ്റെയിലും A to Z എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതാണ് അവരത് എടുത്ത് ഡിലീറ്റ് ചെയ്ത്. അവരതിന്റെ ഒരു ആ കൺസേൺ, ഞങ്ങളത് ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും വി ആർ എക്സ്ട്രീംലി സോറി, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത്രയും ഒരു സങ്കടം തോന്നില്ല. ഇപ്പൊ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് അവരുടെ നിന്ന് വാങ്ങിയിട്ട് നമുക്കൊരു വല്ലാത്തൊരു വേഴ്സ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു കാര്യം അവരുടെ ഇതിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ ചെയ്യുന്നത് അതിനെ റെക്ടിഫൈ ചെയ്യാനല്ല നോക്കുന്നത്, അത് ഉടനെ അവരെ റിമൂവ് ചെയ്ത് അതങ്ങ് സംഭവിച്ചിട്ടില്ല എന്ന് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യവും എനിക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് തോന്നിയത് അവരുടെ കാര്യം ഇതിനെ പറ്റി. ഗൈസ്, അപ്പൊ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് കഥ. അപ്പൊ ഇതാണ് അല്ലു പറഞ്ഞ മുഴുവൻ അല്ലു ഫേസ് ചെയ്തൊരു സ്റ്റോറി. അപ്പൊ നമ്മളിങ്ങനെ ഇത് പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ള പ്ലാനൊന്നും നമുക്കില്ലായിരുന്നു. ഇത് ആക്ച്വലി സംഭവിച്ചത് 2022 ആൾ ഒത്തിരി എക്സ്പെക്ടേഷനോടെ മേടിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ അതിൻ്റെതായ ഒരു സങ്കടമുണ്ട്. പക്ഷേ നമ്മളിത് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഈ ടോപ്പിക്ക് വരും. ലൈക്ക് നമ്മളെടുത്തിരുന്നതായിരിക്കില്ല, അവർ ചിലപ്പോൾ ഈ ബ്രാൻഡിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നു എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ആൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഓർമ്മയിലേക്ക് പോകും. അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി ആളുകൾ ഫേസ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ 2025 തന്നെ നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് തോന്നില്ല ഇത് ഒത്തിരി ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വേറെ ആർക്കും വരരുത്, നമുക്കോ ഒരു പണി കിട്ടി അത് വേറെ ആർക്കും കിട്ടരുത് എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് ഓർത്തത്. പിന്നെ ഒരു സജഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആക്ച്വലി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോഷൻസ് എല്ലാം ചെയ്യുന്ന ഒരു വെൽ നോൺ ഏജൻസി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരം മാർക്കറ്റിങ്ങിലും പ്രൊമോഷൻസിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 10%
നിങ്ങളത് ഈ കസ്റ്റമേഴ്സിന്റെ ക്വറി ആൻസർ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ സർവീസ് നന്നാക്കാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 2x റവന്യൂ നിങ്ങൾക്ക് ഇനി വരുന്ന ഒരു ക്വാർട്ടറിൽ അല്ലെങ്കിൽ ഇനിയുള്ള ബാക്കിയുള്ള 6 മാസത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് വരും. വിസിബിളി ആ ചേഞ്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ അഷ്വർ ചെയ്യാണ്. ബിക്കോസ് അത്രയും കസ്റ്റമർ കൺസേൺസ് മാർക്കറ്റിലുണ്ട്. അപ്പൊ അത് പറയണമെന്ന് തോന്നി. ഇനി ചിലപ്പോൾ ഈ വീഡിയോ തന്നെ അവർ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കളയാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതെന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഡിഫമേഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കേസ് കൊടുക്കുമായിരിക്കും. അത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷേ ഈ വീഡിയോ ലൈവായിട്ടിരിക്കുന്നവരെ നിങ്ങൾ ഈ ഒരു കൺസേൺ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തേക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക. ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തട്ടെ. ആളുകൾക്ക് എന്നും നല്ല ഉപകാരങ്ങളുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.